Collector, Collectorate Thiruvananthapuram was transferred to Collectorate Malappuram by an order dated 1/1/2012. He handed over charge at Thiruvananthapuram on 4/1/2012 AM and assumed charge at Malappuram on 13/1/2012 FM. His family will be eligible for transfer TA, treating them as accompanying him only if they travel to Malappuram dash. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൺ ഓർ ബിഫോർ 30/6/2012, ഓൺ ഓർ ബിഫോർ 3/7/2012, ഓൺ ഓർ ബിഫോർ 12/7/2012, ബിഫോർ 13/1/2012. ഓപ്ഷൻസ് ഓൺ ഓർ ബിഫോർ 30/6/2012, ഓൺ ഓർ ബിഫോർ 3/7/2012, ഓൺ ഓർ ബിഫോർ 12/7/2012, ബിഫോർ 13/1/2012. ഇതില് ഈ ചോദ്യം നമുക്ക് ആൻസർ കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ സംബന്ധിച്ചൊരു റൂള് മനസ്സിലാക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ ഈ 67 പാർട്ട് 2 കേസാറില് 67A1, 67A2, 67B3, റൂൾ 70, ഇതെല്ലാം ഇതിനെ സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ കാണുന്നുണ്ട് പലപ്പോഴും. ഈ റൂൾ 67A എന്ന് പറയുന്നത് പാർട്ട് 2 കേസാറാണ്. ട്രാൻസ്ഫർ ജേർണി ബൈ റെയിൽ or journey by road between places connected by rail. ശ്രദ്ധിക്കണം, റൂൾ 67A1 പ്രതിപാദിക്കുന്നത് ട്രാൻസ്ഫർ ജേർണി ബൈ റെയിൽ or journey by road between places connected by rail. ട്രെയിൻ മുഖാന്തരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചാണ്. അത് 67A1. അതില് TA ഫോർ ദ ഓഫീസർ എന്ന് പറയുമ്പോൾ ഗ്രേഡ് 1 ഓഫീസർക്ക് സെക്കൻഡ് AC, ഗ്രേഡ് 2A ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് AC പ്ലസ് 3 times ഇൻസിഡന്റൽസ്. പിന്നെ ഗ്രേഡ് 2Bക്ക് ആണെങ്കിൽ തേർഡ് AC ഓർ ഫസ്റ്റ് ക്ലാസ് പ്ലസ് 3 times ഇൻസിഡന്റൽസ്. ഗ്രേഡ് 3 and 4ന് സെക്കൻഡ് ക്ലാസ് പ്ലസ് 3 times ഇൻസിഡന്റൽസ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോ അത് 67A1. 67A2നെ പറ്റി പറയുകയാണെങ്കിൽ between places not connected by rail. ആണ് 67A2. അപ്പോ രാജാവിനുള്ള വ്യത്യാസം മനസ്സിലായത്. റൂൾ 67A1 പാർട്ട് 2 കേസ്. 67A1 പറയുന്നത് ട്രാൻസ്ഫർ ജേർണി ബൈ റെയിൽ ഓർ ജേർണി ബൈ റോഡ് ബിറ്റ്വീൻ പ്ലേസസ് കണക്റ്റഡ് ബൈ റെയിൽ. പ്ലേസസ് കണക്റ്റഡ് ബൈ റെയിൽ ആണ് റൂൾ 67A1 പ്രതിപാദിക്കുന്നത്. പ്ലേസസ് ബിറ്റ്വീൻ പ്ലേസസ് നോട്ട് കണക്റ്റഡ് ബൈ റെയിൽ ആണ് 67A2 പറയുന്നത്. അപ്പൊ 67A2 പറയുന്നത് ഫോർ ദ ഓഫീസേഴ്സ് 1 to 4 grades. 1, 2A, 2B, 3, 4 grades. Officers 1 to 4 grades may draw twice the rate of road mileage എന്നാണ് ആ റൂൾ പറയുന്നത്. Officers of 1 to 4 grades may draw twice the rate of road mileage as per rule 67A2 between places not connected by rail. അത് മനസ്സിലാക്കുക. നേരത്തെ 67A1 ആണെങ്കിൽ പ്ലേസസ് കണക്റ്റഡ് ബൈ റെയിൽ ആയിരുന്നു. 67A2 ആണെങ്കിൽ ബിറ്റ്വീൻ പ്ലേസസ് നോട്ട് കണക്റ്റഡ് ബൈ റെയിൽ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതില് ഈ 67A2 തന്നെ പറയുന്ന ഒരു കാര്യം നമ്മൾ PE എന്ന് പറയും. പ്രോബ്ലത്തിലൊക്കെ മിക്കവാറും PE എന്ന് കാണാം. എന്താണ്? പേഴ്സണൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ റൂൾ 67A2 പ്രകാരം the officer may draw for the transportation of personal effects between places not connected by rail the actual cost of transport limited to the mileage allowance at thrice the road mileage.
thrice the road mileage. അവിടെ നോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. അപ്പൊ റൂൾ 67A2 ശരിക്കും പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ എഫക്ട്സിനെ പറ്റിയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ എഫക്ട്സ്, PE എന്ന് പറയാറുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ എഫക്ട്സ്. ഇതില് ഈ റൂൾ 70 പറയുന്നത്, റൂൾ 70 ഫാമിലി ടു അതർ സ്റ്റേഷൻ, അതാണ് റൂൾ 70 പ്രതിപാദിക്കുന്നത്. അതായത് ഇഫ് ദ ഫാമിലി travels to station other than the new headquarters, the TA not exceeding the TA admissible to the new station may be drawn on the rule 70. Family to other station എന്ന് മാത്രം വിചാരിക്കുക. ഫാമിലി ടു അതർ സ്റ്റേഷൻ ആണ് റൂൾ 70 എന്ന് പറയുന്നത്. ഇനി ഇതില് നമ്മളിപ്പോ ഈ പ്രസക്തമായ ചോദ്യം, നമ്മൾ വന്നിരിക്കുന്ന ചോദ്യം ചർച്ച ചെയ്യുന്നത് ആ റൂളാണ്. ഈ നമ്മൾ അതിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ എഴുതിയ ആ പ്രോബ്ലത്തെ ബേസ് ചെയ്യുന്നുള്ള റൂൾ എന്ന് പറയുന്നത് time limit of TA to the family, time limit to the TA to the family ഇതാണ് നമ്മൾ ഇപ്പൊ എഴുതിയ ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരേണ്ടത്. ടൈം ലിമിറ്റ് ഓഫ് TA to the family, അതിന്റെ റൂൾ ഇങ്ങനെയാണ് പറയുന്നത്. റൂൾ 67B3 ആൻഡ് നോട്ട് ടു റൂൾ 67F. ഈ 67 എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 67 ഏകദേശം ഈ 67 ശരിക്കും കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ TA റൂൾ 67 deals with the calculation of transfer TA. It is classified to 67A to 67F വരെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. 67A മുതൽ 67F വരെ ഉണ്ട്. അപ്പൊ അത് കഴിയുമെങ്കിൽ അതൊന്ന് വായിച്ച് ഒന്ന് നോക്കുക. 67A മുതൽ 67F വരെയാണ്. അപ്പൊ അതില് ഈ ടൈം ലിമിറ്റ് ഓഫ് TA to the ഫാമിലി ആണ് നമുക്കിപ്പോ നോക്കേണ്ടത്. അതില് റൂൾ 67B3 ആൻഡ് നോട്ട് 2 ടു റൂൾ 67F. ഇത് മൊത്തത്തിൽ ബേസ് ചെയ്താണ് നമ്മൾ ഈ ചെയ്യേണ്ട പ്രോബ്ലത്തിലേക്ക് എത്തുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, എ മെമ്പർ ഓഫ് ആൻ ഓഫീസേഴ്സ് ഫാമിലി ഹു ഫോളോസ് ഹിം വിത്തിൻ 6 months, within 6 months, അവിടെയാണ് നമ്മൾ അടിവരെ അറിയേണ്ട കാര്യം. ഓക്കെ, എ മെമ്പർ ഓഫ് ആൻ ഓഫീസേഴ്സ് ഫാമിലി, ഒരു ഓഫീസറുടെ കുടുംബാംഗം, എ മെമ്പർ ഓഫ് ആൻ ഓഫീസേഴ്സ് ഫാമിലി ഹു ഫോളോസ് ഹിം, അദ്ദേഹത്തെ പിന്തുടരുന്ന, അദ്ദേഹത്തോടെ അക്കമ്പനി ചെയ്യുന്നു, within 6 months from the date on which the officer takes over the charge at the new station. അപ്പൊ ന്യൂ സ്റ്റേഷനില് ഈ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്ത ഡേറ്റ് തൊട്ട് 6 മാസത്തിനുള്ളിൽ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പോ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്തായിരുന്നു? ഡെപ്യൂട്ടി കളക്ടർ കളക്ടറേറ്റ് തിരുവനന്തപുരം വാസ് ട്രാൻസ്ഫേർഡ് ടു കളക്ടറേറ്റ് മലപ്പുറം ബൈ ആൻ ഓർഡർ ഡേറ്റഡ് 1/1/2012. He handed over charge at തിരുവനന്തപുരം 4/1/2012 afternoon and assumed charge at മലപ്പുറം on 13/1/2012 FN. അപ്പൊ മലപ്പുറത്ത് അദ്ദേഹം ചാർജ് എടുത്തത് 13/1/2012 FN-ലാണ് ചാർജ് എടുത്തത്, അല്ലെ? 13/1/2012 FN. അപ്പൊ ഹിസ് ഫാമിലി വിൽ ബി എലിജിബിൾ ഫോർ ട്രാൻസ്ഫർ ടി. നമ്മളിപ്പോ ഈ റൂൾ ഇപ്പം പറഞ്ഞപ്പോൾ റൂൾ 67B3 ആണ് കേട്ടോ. റൂൾ 67B അതിൽ 3-ാം ഭാഗത്തിൽ വരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അത് പ്രകാരം നമുക്ക് പറഞ്ഞു 6 മാസം വരെ ഉണ്ട് നമ്മൾ പറയുന്നുണ്ട്. വിത്തിൻ 6 months എന്ന് പറയുന്നുണ്ട്. അപ്പം ഹിസ് ഫാമിലി വിൽ ബി എലിജിബിൾ ഫോർ ട്രാൻസ്ഫർ ടി എ ട്രീറ്റിംഗ് ദം ആസ് അക്കംപനിയിങ് ഹിം only if they travel to മലപ്പുറം on or before 6 മാസം 13/1/2012 അദ്ദേഹം അസ്യൂം ചെയ്തത്, ചാർജ് അസ്യൂം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 6 മാസം എന്ന് പറയുമ്പോൾ ഓൺ ഓർ ബിഫോർ 12/7/2012 ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ റൂൾ എന്ന് പറയുന്നത് 11 റൂൾ എന്ന് പറയുന്നത് 67B3 67Bയിലെ 3-ാമത്തെ ഭാഗത്താണ്. അപ്പൊ ആ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ഈ നമ്മളിപ്പോ എഴുതിയ ചോദ്യം ഉത്തരവ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 12/7/2012 എലിജിബിൾ ആണ്. അതിനുള്ളിൽ ആണ് മതി എന്നാണ് പറയുന്നത്. 12/7/2012 6 മാസത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആ റൂള് ഒന്ന് നോക്കുക. ചോദ്യം ഒന്നുകൂടെ പറയാം. എ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രിവാൻഡ്രം ടു പാലക്കാട്. When he reached Palakkad with the family, but before assuming charge, he received another order cancelling his transfer to Palakkad.
and posting him to Kottayam. His eligibility for TA is dash. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ TA ഫ്രം ട്രിവാൻഡ്രം ടു പാലക്കാട് ആൻഡ് ഫ്രം പാലക്കാട് ടു ട്രിവാൻഡ്രം. 2, ട്രാൻസ്ഫർ TA ലിമിറ്റിംഗ് ഇറ്റ് ഫ്രം ട്രിവാൻഡ്രം ടു കോട്ടയം. 3-മതായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ട്രാൻസ്ഫർ TA ഫ്രം ട്രിവാൻഡ്രം ടു പാലക്കാട് ആൻഡ് ആക്ച്വൽ എക്സ്പെൻസസ് ഫോർ ജേർണി ടു കോട്ടയം. 4-മതായിട്ട് പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദ എബോവ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇത് പഠിക്കുന്ന ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൂൾ 71 നമുക്ക് നോക്കാം. അതില് ഈ 67 തൊട്ട് റൂൾ 71 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്ന കാര്യം ഈ TA when appointed while in transit വരുന്ന കാര്യം. അതായത് ഒരാള് ജോലിയിൽ പ്രവേശിച്ച് പുതിയൊരു സ്റ്റേഷനിലേക്ക് പോകുന്ന ആ വേളയിലുള്ള ഇൻ ട്രാൻസിറ്റിൽ വരുന്ന കാര്യങ്ങളാണ് TA when appointed while in transit. അപ്പൊ റൂൾ 71 ഒന്ന് മനസ്സിലാക്കി വെക്കാം. റൂൾ 71 ഇൻ ട്രാൻസിറ്റിലുള്ള TA പറ്റിയാണ് ഈ റൂൾ 71 പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. റൂൾ 71 ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ Deputy Superintendent Police was transferred from Trivandrum to Palakkad when he reached Palakkad with the family. അതായത് ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് DSPയെ ട്രിവാൻഡ്രത്ത് പാലക്കാടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ പാലക്കാട് അദ്ദേഹം ഫാമിലിയായിട്ട് എത്തി. പക്ഷെ ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് വേറൊരു ഓർഡർ കിട്ടി. അദ്ദേഹത്തെ പാലക്കാടേക്കുള്ള ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു. പകരം അദ്ദേഹത്തെ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന ഒരു പുതിയ ഓർഡർ കിട്ടി. അപ്പൊ അദ്ദേഹത്തിന് TA-ക്കുള്ള എലിജിബിലിറ്റി അത് റൂൾ 71 പ്രകാരം ട്രാൻസ്ഫർ TA ഫ്രം തിരുവനന്തപുരം ടു പാലക്കാട് ആൻഡ് ഫ്രം പാലക്കാട് ടു കോട്ടയം. ഇത് എലിജിബിൾ ആണ്. ട്രാൻസ്ഫർ TA ഫ്രം ട്രിവാൻഡ്രം പാലക്കാട് വരെയും പാലക്കാട് നിന്ന് കോട്ടയം വരെയും അദ്ദേഹം TA-ക്ക് എലിജിബിലിറ്റി ഉണ്ട്. റൂൾ 71 പറയുന്നത് TA ഇൻ ട്രാൻസിറ്റിൽ വരുന്ന, അതായത് ന്യൂ സ്റ്റേഷനിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് ഇടയിൽ വരുന്ന ഇൻ ട്രാൻസിറ്റിൽ വരുന്ന TA സംബന്ധിച്ചാണ് റൂൾ 71 പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത വേറൊരു ചോദ്യം നമ്മൾ 67 ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. 67 ബന്ധപ്പെട്ട ഒരു ചോദ്യം. 2 officer is accompanied by his wife who is last grade servant. The rail mileage admissible to his wife is dash. The rail mileage admissible to his wife is dash. അതില് 4 ഓപ്ഷൻ കൊടുത്തിരുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് that applicable to the officer. രണ്ടാമത്തെ ഓപ്ഷൻ that applicable to the last grade servant. മൂന്നാമത്തെ ഓപ്ഷൻ limited to best fare twice. നാലാമത്തെ ഓപ്ഷൻ limited to road mileage admissible. നാല് ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ that applicable to the officer. രണ്ടാമത്തെ ഓപ്ഷൻ that applicable to the last grade servant. മൂന്നാമത്തെ ഓപ്ഷൻ ലിമിറ്റഡ് ടു ബെസ്റ്റ് ഫെയർ ട്വൈസ്. നാലാമത്തെ ഓപ്ഷൻ ലിമിറ്റഡ് ടു റോഡ് മൈലേജ് അഡ്മിസിബിൾ. ഇത് റൂൾ 67 പ്രകാരം ദാറ്റ് ആപ്ലിക്കബിൾ ടു ദ ഓഫീസർ, ഓഫീസർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഉള്ള റെയിൽ മൈലേജ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് അക്കമ്പനി ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആയ വൈഫിനും ബാധകമാണ്. ദാറ്റ് ആപ്ലിക്കബിൾ ടു ദ ഓഫീസർ. ഓഫീസർക്ക് എത്രത്തോളം ആപ്ലിക്കബിൾ ആവണോ അതേ റേറ്റ് തന്നെയാണ് ഈ പറയുന്ന വൈഫിന് കിട്ടുന്നത്. അപ്പൊ റൂൾ 67 അതുപോലെ തന്നെ റൂൾ 67 ബേസ് ചെയ്ത ചോദ്യം കൂടെ നോക്കൂ. An officer is transferred from Ernakulam to Kannur. An officer is transferred from Ernakulam to Kannur. After 8 months, after 8 months, his wife, another government servant, his wife, another bharya, ഒരു government servant ആണ്. His wife, another government servant, is also transferred from Ernakulam to Kannur.
ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. An officer is transferred from Ernakulam to Kannur. After 8 months, his wife, another government servant, is also transferred from Ernakulam to Kannur. ചോദ്യം ഇതാണ്, is she entitled to received transfer TA? Is she entitled to receive transfer TA? Is she entitled to receive transfer TA? ഇതാണ് ചോദ്യം. റൂൾ 67A പ്രകാരം ഓപ്ഷൻ ഞാൻ വായിക്കാം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ TA is admissible to her since she is performing the journey to the same station after 6 months of transfer of her husband. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ട്രാൻസ്ഫർ TA is not admissible to her if her husband has taken all children when he was transferred. മൂന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ TA is not admissible to her since she is being transferred to the same station as her husband within an year's time. അടുത്ത നാലാമത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ TA is admissible to her if her husband has not claimed TA for her. റൂൾ 67A പ്രകാരം ട്രാൻസ്ഫർ TA is admissible to her since she is performing the journey to the same station after 6 months of transfer of her husband. അതായത് 8 മാസത്തിന് ശേഷമാണ് ഇവര് എറണാകുളം ടു കണ്ണൂരിലേക്ക്, എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇവിടെ 67A പ്രകാരം ട്രാൻസ്ഫർ TA is admissible to her since she is performing the journey to the same station after 6 months of transfer of her husband. അടുത്തൊരു ചോദ്യം. അപ്പൊ ഇത് ഇത്ര ഈ 67 സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത് നമുക്ക് പ്രധാനമാണ്. അടുത്തൊരു ചോദ്യം, ഒരു ചോദിച്ചൊരു ചോദ്യമാണ്. When an officer, ഇത് പാർട്ട് 1 വരുന്നതാണ്, പാർട്ട് 1 കേസിൽ വരുന്നതാണ്. When an officer is placed under suspension while on leave without allowance dash. When an officer is placed under suspension while on leave without allowance, അത് LWA ഇരിക്കുന്ന സമയത്ത് അതേ സസ്പെൻഷനിലായി. When an officer is placed under suspension while on leave without allowance, അപ്പം ഡാഷ് എന്ന് കൊടുത്തിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Will he eligible for subsistence allowance? Leave will not be cancelled, but subsistence allowance will be paid. The suspension will have the effect of cancelling the leave from the date of suspension. 4th option, leave will not be cancelled and will not be eligible for subsistence allowance. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് when an officer is placed under suspension while on leave without allowance, leave will not be cancelled. അതൊന്ന് ലീവ് ക്യാൻസൽ ആവില്ല and will not be eligible for subsistence allowance. പക്ഷേ അദ്ദേഹത്തിന് ഈ ഉപജീവന ബത്ത അല്ലെങ്കിൽ അതിജീവന ബത്ത എന്ന് പറയുന്ന സാധനം കിട്ടില്ല. അതില് ഓക്കെ, അത് ഇതിനിടയ്ക്ക് വെച്ച് പറയാനുള്ള ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ TA1 ട്രാൻസ്ഫറിലെ ഒന്ന് രണ്ട് നിയമങ്ങൾ കൂടെ നോക്കാം, റൂളും കൂടെ നോക്കാം, ചട്ടങ്ങൾ TA1 ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഈ റൂൾ 65 പാർട്ട് 2 KSR റൂൾ 65, ഈ പാർട്ട് 2 KSR റൂൾ 65 പറയുന്നത് TA not paid if transferred on request and no public interest involved. അതായത് ഒരു പൊതു താല്പര്യമില്ലാത്തതും ഓൺ റിക്വസ്റ്റുമായതുമായ ട്രാൻസ്ഫർ, പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടില്ല, ഓൺ റിക്വസ്റ്റിലാണ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ TA നോട്ട് പെയ്ഡ് എന്ന് റൂൾ 65 പറയുന്നുണ്ട്. അപ്പൊ റൂൾ 65 പാർട്ട് 2 KSR പറയുന്നത് TA നോട്ട് പെയ്ഡ് ഇഫ് ട്രാൻസ്ഫേർഡ് ഓൺ റിക്വസ്റ്റ് ആൻഡ് നോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ്. അത് പലപ്പോഴും ഈ റൂൾ 65 ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. റൂൾ 65 ബന്ധപ്പെട്ട് ചില ഇങ്ങനെയുള്ള ഒന്നൊരു ചോദ്യം വന്നെന്ന് വരാം, പ്രത്യേകിച്ച് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് റൂൾ 65 പറയുന്നത് TA നോട്ട് പെയ്ഡ് എങ്ങനെയാണെങ്കിൽ ഇഫ് ട്രാൻസ്ഫേർഡ് ഓൺ റിക്വസ്റ്റ്, ഒരു കണ്ടീഷൻ ട്രാൻസ്ഫേർഡ് ഓൺ റിക്വസ്റ്റ് ആണെങ്കിൽ TA പേ ചെയ്യില്ല.
പിന്നെ നോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ്, അതിൽ പ്രത്യേകിച്ച് ഒരു പൊതു താല്പര്യം ഇല്ല എങ്കിൽ, ഈ ട്രാൻസ്ഫറിൽ ഒരു പൊതു താല്പര്യം ഇല്ല എങ്കിൽ റൂൾ 65 പ്രകാരം TA നോട്ട് പെയ്ഡ്. അതൊന്ന് മനസ്സിലാക്കുക. ഇതില് റൂൾ 67A നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോ നിങ്ങളുടെ പ്രോബ്ലം നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, ഈ റൂൾ 77 പാർട്ട് 2 KSR റൂൾ 77 പെയ്ഡ് TA ഫോർ അറ്റൻഡിങ് കമ്പൽസറി എക്സാംസ് വൺസ്, അതായത് നമ്മൾ നേരത്തെ പോലെ ഒബ്ലിഗേറ്ററി എക്സാം, കമ്പൽസറി എക്സാംസ് ഒരു സമയം അതേ സമയം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി TA കൊടുക്കുന്നുണ്ട്. റൂൾ 77 പ്രകാരമാണത്. റൂൾ 77 പ്രകാരം പെയ്ഡ് TA ഫോർ അറ്റൻഡിങ് കമ്പൽസറി എക്സാംസ് വൺസ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, നോ DA ഫോർ ഹാർട്ടിന് DA കൊടുക്കില്ല. റൂൾ 77 ഒന്ന് മനസ്സിലാക്കുക. പിന്നെ റൂൾ 80 പറയുന്നത്, റൂൾ 80 പറയുന്നത് KSR പാർട്ട് 2 റൂൾ 80 നോ TA ഫോർ ദോസ് റിട്ടേണിംഗ് ഫ്രം ലീവിൽ നിന്നും റിട്ടേൺ ചെയ്യുന്നവർക്ക് നോ TA ഫോർ ദോസ് റിട്ടേണിംഗ് ഫ്രം ലീവ്. റൂൾ 80 റൂൾ 80 അതിനെപ്പറ്റി പറയുന്നത്, ഒന്ന് മനസ്സിലാക്കുക. അത് ഇതൊന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു ചോദ്യം, സർവീസ് കൗണ്ടിങ്, ഇത് പാർട്ട് 1 കേസാണ് വരുന്നതാണ്. സർവീസ് കൗണ്ടിങ് ഫോർ ഇൻക്രിമെന്റ് ഓഫ് സബ്സ്റ്റാൻറ്റേറ്റീവ് ഓഫീസർ ഇൻക്ലൂഡ്, സർവീസ് കൗണ്ടിങ് ഫോർ ഇൻക്രിമെന്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് ഓഫീസർ ഇൻക്ലൂഡ് ഡാഷ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ പീരീഡ് റെഗുലറൈസ്ഡ് ആസ് ലീവ് വിത്തൗട്ട് അലവൻസ്, ലീവ് വിത്തൗട്ട് അലവൻസ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നൺ ഓഫ് ദ അബോവ്. ഇത് ആൻസർ എന്ന് പറയുന്നത് സർവീസ് കൗണ്ടിങ് ഫോർ ഇൻക്രിമെന്റ് ഓഫ് സബ്സ്റ്റാൻറ്റേറ്റീവ് ഓഫീസർ ഇൻക്ലൂഡ് ലീവ് വിത്തൗട്ട് അലവൻസ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, LWA ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തൊരു ചോദ്യം, ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പാർട്ട് 3 KSRൽ വരുന്നതാണ്. പാർട്ട് 3 KSRൽ വരുന്നതാണ്. The qualifying service of an executive engineer, the qualifying service of an executive engineer is 34 years, 8 months and 20 days. The qualifying service of an executive engineer is 34 years, 8 months and 20 days. The maximum qualifying service for the calculation of the DCRG is dash. അപ്പം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ക്വാളിഫയിങ് സർവീസ് എന്ന് പറയുമ്പോൾ 34 വർഷം 8 മാസം 20 ദിവസമുണ്ട്. 34 വർഷം 8 മാസം 20 ദിവസം. അപ്പൊ ചോദ്യം ഇതാണ്, ദ മാക്സിമം ക്വാളിഫയിങ് സർവീസ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ദ DCRG. പക്ഷെ അദ്ദേഹത്തിന്റെ DCRG കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര മാക്സിമം ക്വാളിഫയിങ് സർവീസ് DCRGക്ക് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 30 വർഷം, 35 വർഷം, 33 വർഷം, 34 വർഷം എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. DCRGയെ പറ്റി പറയുമ്പോൾ 33 വർഷമാണ്. ആസ് പെർ റൂൾ 68 പാർട്ട് 3 KSR, റൂൾ 68 പാർട്ട് 3 KSR. അതൊന്ന് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ റൂൾ 68 എന്ന് മനസ്സിലാക്കുക. റൂൾ 68 പാർട്ട് 3 KSR റൂൾ 68 ഒന്ന് മനസ്സിലാക്കുക. റൂൾ 68. അടുത്തൊരു ചോദ്യം, ഒരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻ ആണ്. ദ അപ്പോയിന്റിംഗ് അതോറിറ്റി, അത് പാർട്ട് 1 KSRൽ വരുന്നതാണ്. ദ അപ്പോയിന്റിംഗ് അതോറിറ്റി ഡിനൈഡ് സബ്സിസ്റ്റൻസ് അലവൻസ്. The appointing authority denied subsistence allowance considering the gravity of the misappropriated money. അങ്ങനെയാണെങ്കിൽ which is correct rule? ഏതാണ് താഴെ പറയുന്നത് കറക്റ്റ് റൂൾ? ചോദ്യം ഇതാണ്, ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്
ഒരു വളരെ കുറ്റകരമായ ഒരു കൃത്യം ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റി നിഷേധിച്ചു. അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം വളരെയധികം ഗ്രാവിറ്റിയുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കുന്നത് നിഷേധിച്ചു. അപ്പോ ദ അപ്പോയിന്റിംഗ് അതോറിറ്റി ഡിനൈഡ് സബ്സിസ്റ്റൻസ് അലവൻസ് കൺസിഡറിംഗ് ദ ഗ്രാവിറ്റി ഓഫ് ദ മിസ്അപ്രോപ്രിയേറ്റഡ് മണി. അപ്പൊ അത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഡിനൈൽ ഈസ് കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദ ചാർജസ് സബ്സിസ്റ്റൻസ് അലവൻസ് കനോട്ട് ബി ഡിനൈഡ്. മൂന്നാമത്തെ ഓപ്ഷൻ ആസ് ദ മിസ്അപ്രോപ്രിയേഷൻ ഈസ് ടു ഹൈ നോ സബ്സിസ്റ്റൻസ് അലവൻസ് ബി അലൗഡ്. നാലാമത്തെ ഓപ്ഷൻ ഗവൺമെന്റ് ഡിനൈ ദ അലവൻസ്. അപ്പോ ഇതിലെ റൂൾ 55 പാർട്ട് 1 KSR റൂൾ 55 പാർട്ട് 1 KSR റൂൾ 55 പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദ ചാർജസ്, അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന്റെ കാഠിന്യം എത്ര വലുതായിരുന്നാലും സബ്സിസ്റ്റൻസ് അലവൻസ് കനോട്ട് ബി ഡിനൈഡ്. സബ്സിസ്റ്റൻസ് അലവൻസ് ഡിനൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ ആക്ഷൻ തെറ്റാണ്, ഇറഗുലറാണ്. കാരണം റൂൾ 55 പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഈ സസ്പെൻഷനായ ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി എത്ര വലുതായാലും അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം ഒന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, a permanent junior superintendent working at Palakkad is appointed as deputy collector as advised by the Kerala Public Service Commission and posted at Thiruvananthapuram. He is eligible for dash. A permanent junior superintendent working at Palakkad is appointed as deputy collector as advised by the Kerala Public Service Commission and posted at Thiruvananthapuram. He is eligible for dash. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ഫർ TA corresponding to of junior working at Palakkad is appointed as deputy collector as advised by the KPSC, Kerala Public Service Commission, and posted at Thiruvananthapuram. He is eligible for dash. നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ TA corresponding to the grade of junior superintendent. രണ്ടാമത്തെ ഓപ്ഷൻ 2 TA corresponding to the grade of junior superintendent. 2 TA corresponding to the grade of junior superintendent. മൂന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ TA corresponding to the grade of deputy collector. നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദ എബോവ് എന്നാണ്. ഒരു പെർമനന്റ് ജൂനിയർ സൂപ്രണ്ട് പാലക്കാടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെർമനന്റ് ജൂനിയർ സൂപ്രണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് അവരെ അഡ്വൈസ് ചെയ്തു, എന്നിട്ട് തിരുവനന്തപുരത്ത് പോസ്റ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ TA എലിജിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോ റൂൾ 65 പാർട്ട് 2 KSR പാർട്ട് 2 KSR റൂൾ 65 കുറിപ്പ് 1 നോട്ട് 1 പ്രകാരം ട്രാൻസ്ഫർ TA corresponding to the grade of junior superintendent is eligible for transfer TA corresponding to the grade of junior superintendent. Rule 65 റൂൾ 65 ഒന്ന് ശ്രദ്ധിക്കുക. റൂൾ 65. അടുത്തൊരു ചോദ്യം, a taluk supply officer retired from service while
working at Alappuzha. While working at Alappuzha. ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. A taluk supply officer retired from service while working at Alappuzha. Before his retirement, he informed his controlling officer that he intends intends അദ്ദേഹം ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. He intends to reside at Thiruvananthapuram. After retirement. He intends to reside at Thiruvananthapuram after retirement. TA will not be paid to him. TA will not be paid to him if his journey is made dash. Options: after 3 months of his retirement, after 6 months of his retirement, after 1 year of his retirement, next month of his retirement. Next month of his retirement. ഇതില് പാർട്ട് 2 KSR റൂൾ 99A, പാർട്ട് 2 KSR റൂൾ 99, പാർട്ട് 2 KSR റൂൾ 99 A പ്രകാരം after 1 year of his retirement, and he will not be paid to him if his journey is made after 1 year of retirement കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ he will not be paid, TA ലഭിക്കില്ല എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം. അടുത്തത് അടുത്തൊരു ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ 67 ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 67A നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പാർട്ട് 2 കേസ് 67A ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. An officer transferred from old station to new station, traveled along with the wife, 2 children and servant. The additional traveling allowance admissible to him is dash. The additional traveling allowance admissible to him is dash. Options: ഒന്നാമത്തെ ഓപ്ഷൻ 2 times the mileage allowance. രണ്ടാമത്തെ ഓപ്ഷൻ 3 times the mileage allowance. മൂന്നാമത്തെ ഓപ്ഷൻ 4 times the mileage allowance. നാലാമത്തെ ഓപ്ഷൻ 5 times the mileage allowance. ഇതില് റൂൾ 67A പ്രകാരം 2 times the mileage allowance എന്നാണ്. 2 times the mileage allowance എന്നാണ്. അടുത്തൊരു ചോദ്യം.
non-official members, non-official members serving in first-class committees constituted by government. Non-official members serving in first-class committees constituted by government may be allowed TA and DA at the rate admissible to dash. At the rate admissible to dash. ചോദ്യം പറയാം. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, അനൗദ്യോഗിക അംഗങ്ങളാണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, സെർവിംഗ് ഇൻ ഫസ്റ്റ് ക്ലാസ് കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് കമ്മിറ്റികളില് അംഗമായിട്ടുള്ള അനൗദ്യോഗിക അംഗങ്ങൾ, അവർക്ക് may be allowed TA and DA at the rate admissible to dash. അവർക്ക് അനുവദനീയമായ TA and DA ഏത് റേറ്റിലാണ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഗ്രേഡ് 1 ഓഫീസേഴ്സ്, ഗ്രേഡ് 2A ഓഫീസേഴ്സ്, ഗ്രേഡ് 2B ഓഫീസേഴ്സ്, ഗ്രേഡ് 3 ഓഫീസേഴ്സ്. അതായത് റൂൾ 3 പാർട്ട് 2 കേസ് റൂൾ 3 പറയുന്നത് അത് അവർക്ക് ഗ്രേഡ് 1 ഓഫീസർമാർക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ടിഎയും ഡിയും ഇവർക്കും ബാധകമാണ്. ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, in first class committees constituted by the government may be allowed TA and DA at the rate admissible to as like grade 1 officers. ഗ്രേഡ് 1 ഓഫീസർമാർക്ക് അനുവദനീയമായ ടിഎയും ഡിയെ ആണ് ഇവർക്ക് നൽകുന്നത് എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ശരി, അടുത്തൊരു ചോദ്യം. അടുത്തൊരു ചോദ്യം. ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, അത് പാർട്ട് 1 കേസുകാരോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വൺ അമംഗ് ദ ഫോളോയിങ് ഇസ് എ നോൺ ക്വാളിഫയിങ് സർവീസ് ടു ഗ്രാൻഡ് ആൻഡ് ഇൻക്രിമെന്റ്. One among the following is a non-qualifying service to grant an increment. What is it? Period of foreign service, suspension period treated as LWA, period of dies known, LWA of 60 days without medical certificate, in continuation of child adoption leave. Options ഒന്നുകൂടെ പറയാം. Period of foreign service, suspension period treated as LWA, period of dies known, LWA of 60 days without medical certificate, in continuation of child adoption leave. ചോദ്യം, one among the following is a non-qualifying service to grant an increment. ഒരു ഇൻക്രിമെന്റ് ഗ്രാന്റ് ചെയ്യുന്നതിൽ ഉള്ള നോൺ ക്വാളിഫയിങ് സർവീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് KSR റൂൾ 33 പ്രകാരം, പാർട്ട് 1 KSR റൂൾ 33 പ്രകാരം സസ്പെൻഷൻ പീരീഡ് ട്രീറ്റഡ് ആസ് LWA is a non qualifying service to grant an increment. Suspension period treated as LWA is a non qualifying service to grant an increment. LWA കാണിക്കണോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്? LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവാം, വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആവാം. ഇത് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പീരീഡിനെ പറ്റി പറയാണ്. സസ്പെൻഷൻ പീരീഡ് പലപ്പോഴും ചിലപ്പോൾ സസ്പെൻഷൻ പീരീഡ് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സമയത്ത് അത് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അത് സർവീസ് ബെനിഫിറ്റ്സിന് ക്വാളിഫയിങ് സർവീസ് ആയിട്ട് കണക്കാക്കും. അതേസമയം ഈ സസ്പെൻഷൻ പീരീഡ് LWA ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോ അത് സസ്പെൻഷൻ വാസ്തവത്തിൽ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെയാണ്. LWA ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു നോൺ ക്വാളിഫയിങ് സർവീസ് ആണ് ടു ഗ്രാന്റ് ആൻ ഇൻക്രിമെന്റ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കൂ. അടുത്തത്,
ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ. Which of the following deductions shall not be made from the subsistence allowance? Which of the following deductions shall not be made from the subsistence allowance? ഒന്നാമത്തെ ഓപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ടു GPF, രണ്ടാമത്തെ ഓപ്ഷൻ ഇൻകം ടാക്സ്, മൂന്നാമത്തെ ഓപ്ഷൻ FBS, നാലാമത്തെ ഓപ്ഷൻ പ്രീമിയം ടു ഹോസ്റ്റൽ LIC. പ്രീമിയം ടു ഹോസ്റ്റൽ LIC. ഇതില് ഇത് വളരെ പ്രധാനമാണ്. ഈ ഡിഡക്ഷൻസ്, അതില് കമ്പൽസറി ഡിഡക്ഷൻസ് ഉണ്ട്, ഓപ്ഷണൽ ഡിഡക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സബ്സിസ്റ്റൻസ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ അത് നോക്കിയിരുന്നു. അത് ഒന്നും കൂടെ നോക്കണം. അത് റൂൾ 55 പാർട്ട് 1 KSR റൂൾ 55 ആണ്. അതില് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ടു GPF, ഇൻകം ടാക്സ്, FBS ഫാമിലി ബെനിഫിറ്റ് സ്കീം, പ്രീമിയം ടു ഹോസ്റ്റൽ LIC. ഇതില് സബ്സ്ക്രിപ്ഷൻ ടു GPF ആണ് shall not be made from the subsistence allowance. shall not be made from the subsistence allowance വരുന്നത് സബ്സ്ക്രിപ്ഷൻ ടു GPF ആണ്. ഇത് റൂൾ 55 പാർട്ട് 1 KSR റൂൾ 55 ആണ്. അതൊന്ന് നോക്കണം, അത് സാധാരണ ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, ഇത് നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ ചോദ്യം സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. The TA bill of Deputy Speaker was objected by the Treasury for want of counter signature. The TA bill of Deputy Speaker was objected by the Treasury for want of counter signature. State your view. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. The action is correct. Resubmit the bill with the counter signature. മൂന്നാമത്തെ ഓപ്ഷൻ the claim in the bill will be disallowed. നാലാമത്തെ ഓപ്ഷൻ the action is irregular. The Deputy Speaker is exempted from getting counter signature. അപ്പോ ഇവിടെ സംഭവിച്ചത് ട്രഷറി ഓഫീസർ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ TA ബില്ല് ഒബ്ജക്ട് ചെയ്തു. കൗണ്ടർ സിഗ്നേച്ചർ ഇല്ല എന്ന കാരണത്താൽ ബില്ല് ഒബ്ജക്ട് ചെയ്തു. പക്ഷെ ഈ ഒബ്ജക്ട് ചെയ്ത നടപടി ഇറഗുലർ ആണ്. റൂൾ 113 പാർട്ട് 2 KSR റൂൾ 113 പ്രകാരം, പിന്നെ കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 85 പ്രകാരവും, കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 85 പ്രകാരവും, KSR പാർട്ട് 2 റൂൾ 113 പ്രകാരവും ഈ ട്രഷറി ഓഫീസറുടെ ആക്ഷൻ ഇറഗുലർ ആണ്. കാരണം ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഗെറ്റിംഗ് കൗണ്ടർ സിഗ്നേച്ചർ. അദ്ദേഹം കൗണ്ടർ സിഗ്നേച്ചറിൽ നിന്ന് അദ്ദേഹത്തെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ കൗണ്ടർ സിഗ്നേച്ചർ ഇല്ല എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ TA ബില്ല് ഒബ്ജക്ട് ചെയ്ത ട്രഷറി ഓഫീസറുടെ നടപടി തെറ്റാണ്. അടുത്തൊരു ചോദ്യം, ഇതുപോലൊരു സിറ്റുവേഷണൽ ചോദ്യമാണ്. The sub-treasury officer working at Mavelikara, a sub-treasury officer working at Mavelikara applied for direct selection as deputy collector. And he was called for a written test by the Kerala Public Service Commission at center at Ernakulam. ചോദ്യം കൊണ്ട് പറയാം. A sub-treasury officer working at Mavelikara applied for direct selection as deputy collector and was called for a written test by Kerala Public Service Commission at center at Ernakulam. He requested to draw TA advance for his journey to Ernakulam and back to Mavelikara. He requested to draw TA advance for his journey to Ernakulam and back to Mavelikara. His request can be sanctioned only by dash. His request can be sanctioned only by dash. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ റിക്വസ്റ്റ് സാങ്ഷൻ ചെയ്യുന്നത് ആരാണ് സാങ്ഷൻ ചെയ്യാനുള്ള കോമ്പറ്റന്റ് അതോറിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ ഓപ്ഷൻ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ, രണ്ടാമത്തെ ഓപ്ഷൻ ഡയറക്ടർ ഓഫ് ട്രഷറീസ്, മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്ട്രിക്ട് കളക്ടർ ആലപ്പുഴ, നാലാമത്തെ ഓപ്ഷൻ ദ ഗവൺമെന്റ് എന്നാണ്. അപ്പൊ റൂൾ 78 പാർട്ട് 2 KSR പ്രകാരം
ഗവൺമെന്റിനാണ് ഇത് സംബന്ധിച്ചുള്ള അധികാരം. റൂൾ 78 ഒന്ന്. അടുത്ത ചോദ്യം, an additional secretary to government retired from service on 30/6/2012. An additional secretary to government retired from service on 30/6/2012. For the last 1 year of service, he was drawing a charge allowance for holding full additional charge of another post. For the last 1 year of service, he was drawing a charge allowance for holding full additional charge of another post. He was also in receipt of special pay in lieu of higher term scale of pay. He was also in receipt of special pay in lieu of LIEU, in lieu of higher time scale of pay. The items to be considered for calculating average emoluments for pension are dash. The items to be considered for calculating average emoluments for pension are dash. അതായത് 30/6/2012 ഒരു അഡീഷണൽ സെക്രട്ടറി ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാനത്തെ 1 വർഷക്കാലം അദ്ദേഹം ഒരു ഫുൾ അഡീഷണൽ ചാർജ് ഹോൾഡ് ചെയ്തതിന്റെ ചാർജ് അലവൻസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹയർ ടൈം സ്കെയിൽ ഓഫ് പേയില് സ്പെഷ്യൽ പേയും അദ്ദേഹം റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ ആവറേജ് എമോൾമെന്റ് കണക്കാക്കുമ്പോൾ നമ്മൾ പെൻഷൻ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ആവറേജ് എമോൾമെന്റ് അവസാനത്തെ 10 മാസത്തെ ആ ആവറേജ് എമോൾമെന്റ് നമ്മൾ കണക്കാക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? അത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബേസിക് പേ ഓൺലി, രണ്ടാമത്തെ ഓപ്ഷൻ ബേസിക് പേ ആൻഡ് സ്പെഷ്യൽ പേ, മൂന്നാമത്തെ ഓപ്ഷൻ ബേസിക് പേ ആൻഡ് സ്പെഷ്യൽ പേ ഓർ ചാർജ് അലവൻസ്, നാലാമത്തെ ഓപ്ഷൻ ബേസിക് പേ, സ്പെഷ്യൽ പേ ആൻഡ് ചാർജ് അലവൻസ്. ഇപ്പൊ റൂൾ കേസർ പാർട്ട് 3 ഒരു 62 റൂളിംഗ് 62 റൂളിലെ ചട്ടം 62 പ്രകാരം പാർട്ട് 3 കേസാണ്. അതില് ബേസിക് പേ ആൻഡ് സ്പെഷ്യൽ പേ മാത്രമേ കൺസിഡർ ചെയ്യാവൂ. അപ്പൊ ആവറേജ് എമോൾമെന്റ് കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ബേസിക് പേയും ആൻഡ് സ്പെഷ്യൽ പേ ഇത് 2 കാര്യങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്യാവുന്നത് എന്ന് അതിൽ പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ചോദ്യം, ഈ കേസാറില് നമ്മളിപ്പോ കാൽക്കുലേഷൻ ഓഫ് പെൻഷന് വേണ്ടി പറയുമ്പോൾ റൂൾ 64 പ്രകാരമാണ്. റൂൾ 64 പ്രകാരം കൈസർ പാർട്ട് 3 ആണ്. റൂൾ 64 പ്രകാരമാണ് നമ്മൾ ദ പെൻഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ക്വാളിഫൈങ് സർവീസ് ആൻഡ് ആവറേജ് എമൗണ്ട്. പെൻഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ക്വാളിഫൈങ് സർവീസും അത് കഴിഞ്ഞുള്ള ആവറേജ് എമോൾമെന്റും അനുസരിച്ചാണെന്നുള്ളതാണ് റൂൾ 64 പ്രകാരമാണ്. ക്വാളിഫൈങ് സർവീസ് ആൻഡ് ആവറേജ് എമോൾമെന്റ് പ്രകാരമാണ് നമ്മൾ പെൻഷൻ ആധാരമാക്കിയിരിക്കുന്നത്. അതില് റൂൾ 65ലാണ് ഈ ഹാഫ് ഓഫ് ദ ആവറേജ് എമോൾമെന്റ് ഫുൾ പെൻഷൻ. നമ്മളിപ്പോ ഫുൾ പെൻഷൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് പെൻഷൻ ഫോർ 30 years ഓഫ് ക്വാളിഫൈങ് സർവീസ് അല്ലെ, 30 years ക്വാളിഫൈങ് സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ പെൻഷൻ എന്ന് പറയും. ഈ ഫുൾ പെൻഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ദ ആവറേജ് എമോൾമെന്റ് ഈസ് ദ ഫുൾ പെൻഷൻ. ദാറ്റ് ഈസ് പെൻഷൻ ഫോർ 30 years ഓഫ് ക്വാളിഫൈങ് സർവീസ്. അപ്പൊ ക്വാളിഫൈങ് സർവീസിന്റെ 30 വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ പെൻഷൻ എന്ന് പറയും. ഈ ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ആവറേജ് എമോൾമെന്റ്, ഹാഫ് ഓഫ് ദി ആവറേജ് എമോൾമെന്റ്. റൂൾ 65 ആണ് കേട്ടോ, അത് റൂൾ 65 ആണ്. പിന്നെ അതില് നമ്മൾ ഈ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് വാല്യൂ, ഈ കമ്മ്യൂട്ടഡ് വാല്യൂ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഈ റൂൾ 69 വരുന്ന കാര്യങ്ങളാണ്. പാർട്ട് 3 ആണ്. അതില് ഈ
ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഈ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എടുക്കുമ്പോൾ, നമ്മൾ കമ്മ്യൂട്ടേഷൻ വാല്യൂ കണ്ടെത്താൻ വേണ്ടി കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എടുക്കുമ്പോൾ ഈ കമ്മ്യൂട്ടഡ് അത് റൂൾ പറയുന്നത്, ചട്ടം പറയുന്നത് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ബേസിക് പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഓഫ് ദ കമ്മ്യൂട്ടേഷൻ ടേബിൾ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെന്റ് ബേസ്ഡ് ഓൺ ദ ഏജ് അറ്റ് നെക്സ്റ്റ് ബർത്ത്ഡേ ആഫ്റ്റർ റിട്ടയർമെന്റ്. റിട്ടയർമെന്റിന്റെ നെക്സ്റ്റ് ബർത്ത്ഡേ ആധാരമാക്കിയാണ് ഈ കമ്മ്യൂട്ടേഷൻ വാല്യൂ നമ്മൾ എടുക്കുന്നത്. അപ്പൊ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഉള്ളപ്പോൾ ഇപ്പൊ ഏജ് ഒരാളുടെ 52 വയസ്സിലാണെങ്കിൽ 12.66, 53 ആണെങ്കിൽ 12.35, 50 ആണെങ്കിൽ 12.05 എന്ന് നമ്മളൊരു 52, ഏകദേശം ഒരു 52 മുതൽ 60 വരെയൊക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഈ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 52 മുതൽ 53, 54, 55, 56, ഒരു 60 വരെ ഒന്ന് ആ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുക. അത് അപ്പൻഡിക്സ് 10 വരുന്ന റൂൾ, പാർട്ട് 3 കേസാറിൽ വരുന്നതാണ്. അത് മനസ്സിലാക്കുക. പിന്നെ ഫാമിലി പെൻഷനൊക്കെ റൂൾ 90 ബേസ് ആണ് വരുന്നത്. 90യിലാണ് ഫാമിലി പെൻഷൻ, 90 കേസാർ 90യിലാണ് ഫാമിലി പെൻഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത്. റൂൾ 90 ആണ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. സാറേ 55 റിട്ടയർ എങ്കിൽ നമ്മൾ 11.7